നമസ്കാരം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ്. സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയാകും BJP സ്ഥാനാർത്ഥി എന്നുറപ്പിച്ചു കഴിഞ്ഞു. ആ സ്ഥിതിയിൽ സുരേഷ് ഗോപി അവിടെ നിന്നും വിജയവും ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് നന്നായിട്ട് അറിയാവുന്നത് BJPയേക്കാൾ ഇടതുമുന്നണിക്കാണ്. കാരണം അവിടുത്തെ ജനവികാരം അത് സുരേഷ് ഗോപിക്ക് അനുകൂലമാണ് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല, സുരേഷ് ഗോപിയുടെ ജനപിന്തുണയുടെ ചൂട് കരുവന്നൂർ കേസിൽ CPM അറിയുകയും ചെയ്തതാണ്. കരുവന്നൂർ ബാങ്കിലേക്ക് സുരേഷ് ഗോപി നടത്തിയ മാർച്ച്, ആ മാർച്ചിൽ ഇതുവരെ CPIMനോടൊപ്പം അടിയുറച്ചു നിന്ന വോട്ട് ബാങ്കുകളിൽ ഒരു ഭാഗം ആ മാർച്ചിൽ പങ്കെടുത്തു. മാത്രമല്ല, അവർ സുരേഷ് ഗോപിക്ക് പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടുകൂടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കും എന്ന ഒരു അനുമാനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിലേക്ക് ഇടതുമുന്നണി എത്തുന്നത്. മാധ്യമപ്രവർത്തകർ നടത്തുന്ന ഗൂഢാലോചനയെക്കുറിച്ച് മുഖ്യമന്ത്രി ഇടയ്ക്കിടെ പറയാറുണ്ടെങ്കിലും മാധ്യമപ്രവർത്തകരെ ഉപയോഗിച്ച് നടത്തുന്ന ഗൂഢാലോചനയെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറയാത്തത് എന്ന് നമ്മളെല്ലാവരും ആലോചിച്ചിരിക്കുകയാണ്. അതായത് സുരേഷ് ഗോപിക്കെതിരെ മാധ്യമപ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നത് എന്ന് വ്യക്തമാണ്. കാരണം സുരേഷ് ഗോപിക്കെതിരെ ഒരു മാധ്യമപ്രവർത്തക പരാതി കൊടുക്കുന്നു. ആ പരാതി സുരേഷ് ഗോപി കോഴിക്കോട് നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ തന്നെ അനുവാദമില്ലാതെ തോളിൽ സ്പർശിച്ചു എന്നതാണ് കേസ്. ഈ കേസ് നടക്കാവ് പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിരിക്കുന്നത്. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ അന്ന് സുരേഷ് ഗോപിയെ വിട്ടയച്ചതാണ്. ഇപ്പോൾ ഗുരുതരമായ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ കൂടി ചുമത്തി കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപിയെ ഈ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശമാണ് മറുപക്ഷത്തിനുള്ളത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. അതോടുകൂടി സുരേഷ് ഗോപി ഇപ്പോൾ ഹൈക്കോടതിയെ ഇന്ന് സമീപിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ചിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത്. കോടതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, ഈ കേസ് പരാതിയിൽ പറയും പോലെ ഒന്നുമില്ല, തൻ്റെ നിരപരാധിത്വം താൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കേസ് ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ്. തൃശ്ശൂരിൽ തനിക്ക് ജനപിന്തുണ ഏറുന്നുണ്ട്. അതുമാത്രമല്ല, CPIMനെ ഞെട്ടിച്ച കരുവന്നൂർ കേസിൽ താൻ കൃത്യമായ ഇടപെടലുകൾ നടത്തി നിക്ഷേപകർക്ക് വേണ്ടി. ഇതെല്ലാം ഭരണകൂടത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഇടപെടലുകളാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി കോടതിയിൽ പറഞ്ഞത്. എന്തായാലും ഹൈക്കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം സർക്കാരിനും പോലീസിനും നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ വളരെ നേരത്തെ തന്നെ പൊരിഞ്ഞ രാഷ്ട്രീയ പോരാട്ടം തുടങ്ങി എന്നതിൻ്റെ സൂചനയാണ് ഈ കേസ്. സുരേഷ് ഗോപിയെ അങ്ങനെ വെറുതെ വിടാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായ ഗൂഢാലോചന അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ അത് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി പാട്ടും പാടി ജയിക്കും എന്നുറപ്പാണ്. മാത്രമല്ല, ക്രിസ്തീയ സമൂഹങ്ങളുമായി BJP സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വവും നടത്തിയ ഇടപെടലുകൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിരുന്ന്, ഇതെല്ലാം വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ആ വിഭാഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാവരും അതിനെ ഒരു വലിയ കാര്യമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലവർ വലിയ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, BJP സംസ്ഥാന ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സ്നേഹയാത്രകൾ, ഇതെല്ലാം വലിയ സ്വാധീനം അല്ലെങ്കിൽ വലിയ സ്വീകാര്യത BJPക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഇടയിൽ നേടിക്കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, തൃശ്ശൂർ പൂരത്തെ, ഈ നാടിൻ്റെ സാംസ്കാരികോത്സവമായ തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ശ്രമം അത് വെളിച്ചത്തായിരിക്കുന്നു. പൊതുജനങ്ങൾക്കത് മനസ്സിലായിരിക്കുന്നു. 39 ലക്ഷം രൂപ മാത്രം വാങ്ങി കഴിഞ്ഞ കാലങ്ങളിൽ വാടകയ്ക്ക് നൽകിയിരുന്ന സ്ഥലം ഇപ്പോൾ പൂരപ്രദർശനത്തിനായി 2,20 ലക്ഷം രൂപ വേണം എന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് തീർച്ചയായും പൂരം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വിലയിരുത്തുന്നു. അതോടുകൂടി ഇവർ പൂരം ചടങ്ങുകളാക്കി മാത്രം ഒതുക്കും എന്ന ഭീഷണി മുഴക്കിയിരുന്നു. മാത്രമല്ല, പൂരം കൃത്യമായി നടത്താനും
പ്രതിസന്ധി ഒഴിവാക്കാനും സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ നടന്നിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വരവുണ്ട്. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി ഈ വരുന്ന 3-ാം തീയതി, ജനുവരി 3-ാം തീയതി തൃശ്ശൂരിൽ സന്ദർശനത്തിനെത്തുന്നുണ്ട്. വലിയ സ്വീകരണമാണ് രണ്ട് ദേവസ്വങ്ങളും, തിരുവമ്പാടി ദേവസ്വവും അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വവും പ്രധാനമന്ത്രിക്കായി ഒരുക്കുക. പാറമേക്കാവ് ദേവസ്വം പ്രധാനമന്ത്രിക്ക് വേണ്ടി മിനി പൂരം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ രീതിയിൽ വലിയ രാഷ്ട്രീയ ചലനം തന്നെയാണ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ നേരിട്ടുള്ള ഫൈറ്റിലൂടെ പരാജയപ്പെടുത്താനാവില്ല എന്ന് ചിലർ രാഷ്ട്രീയമായി വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഹർജി നാളെ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ് സർക്കാരിനോട് ഹൈക്കോടതി പറയുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.